ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ നമ്മൾ പഠിച്ചു? എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് പാഠാ പഠിച്ചത്? എന്തായിരുന്നു ദേവാഞ്ജന? അൺമ്യൂട്ട് ചെയ്തേ മോളെ, അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ലെസൺ കഴിഞ്ഞു, സെക്കൻഡ് പാഠത്തിലേക്ക് കടന്നു അല്ലേ? എൻ്റെ കുട്ടിക്കാലം. ആരുടെ കുട്ടിക്കാലായിരുന്നു നമ്മൾ പഠിച്ചത്? ആരുടെ കുട്ടിക്കാലായിരുന്നു ദേവാഞ്ജന? ഓക്കെ, ഗാന്ധിജിയുടെ. എന്തേ ക്രിസ്റ്റി? ഓക്കെ, ഗാന്ധിജിയുടെ അല്ലേ? എന്താ ക്രിസ്റ്റി? അൺമ്യൂട്ട് ചെയ്തോ. ക്രിസ്റ്റി സിൻഡോ എന്തെങ്കിലും പറയാനുണ്ടോ? ആള് പോയോ? ഓക്കെ, അപ്പൊ നമ്മൾ എൻ്റെ കുട്ടിക്കാലം ഗാന്ധിജിയുടെ കഥയാ പഠിച്ചത് അല്ലേ? ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് പഠിച്ചത്. ഗാന്ധിജിയുടെ ഫുൾ നെയിം എന്താ നമ്മൾ പറഞ്ഞത്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജി എവിടെയാ ജനിച്ചത്? ഗുജറാത്തിലെ പോർബന്തറിൽ 1869 ഒക്ടോബർ 2 അല്ലേ? ഓക്കെ, പിന്നെയോ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം എന്താ വിളിച്ചത്? ബാപ്പുജി വിളിച്ചു അല്ലേ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. എപ്പോഴാണ് ഗാന്ധിജി മരിച്ചത്? ശ്രീദേവ്, അൺമ്യൂട്ട് ശ്രീദേവ്. 1948 ജനുവരി 30 അല്ലേ അദ്ദേഹം മരിച്ചു അല്ലേ? ഓക്കെ, അപ്പോ നമുക്കൊന്നുകൂടി അത് വായിക്കാം. നമ്മൾ എത്ര വരെ പഠിച്ചത്? ഫുള്ള് വായിച്ചോ? നമ്മള് ഫുള്ള് പഠിച്ചോ? അത് ഓക്കെ, അപ്പൊ ഒന്നുകൂടി ഒന്ന് വായിക്കാം. ഓക്കെ, അപ്പോ പാഠം 2 എൻ്റെ കുട്ടിക്കാലം അല്ലേ? എനിക്ക് 7 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ രാജസ്ഥാനി കോടതിയിൽ ഒരംഗമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ പോർബന്തറിൽ നിന്ന് രാജ്കോട്ടിലേക്ക് താമസം മാറ്റി അല്ലേ? അച്ഛൻ രാജസ്ഥാനി കോടതിയിൽ ഒരംഗമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ സമയത്ത് എന്തായി? പോർബന്തർ ഗുജറാത്തിലെ പോർബന്തറിലായിരുന്നു ഗാന്ധിജി ജനിച്ചതെന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അവിടുന്ന് അവര് എവിടത്തേക്ക് താമസം മാറ്റി? രാജ്കോട്ടിലേക്ക് താമസം മാറ്റി. അവിടെ ഒരു പ്രൈമറി സ്കൂളിൽ അച്ഛൻ എന്നെ ചേർത്തു. ആ ദിനങ്ങൾ ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അധ്യാപകരുടെ പേര് പോലും ഞാൻ മറന്നിട്ടില്ല അല്ലേ? പഠനത്തിൽ ഞാൻ അത്ര വലിയ മിടുക്കനൊന്നും ആയിരുന്നില്ല. പുതിയ സ്കൂളിൽ ചേർന്നിട്ടും എൻ്റെ പഠനത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ സബർബൻ സ്കൂളിലേക്കും അവിടെ നിന്നും ഹൈസ്കൂളിലേക്കും പോയി. അപ്പോഴെനിക്ക് 12 വയസ്സായിരുന്നു. ആ പ്രായത്തിലും ഞാൻ ഒരു നാണം കുടുങ്ങിയായിരുന്നു. ആരോടും അടുത്തിടപഴകാറില്ല. പുസ്തകങ്ങളും പാഠങ്ങളും മാത്രമായിരുന്നു എൻ്റെ ചങ്ങാതിമാർ. എന്തായിരുന്നു ഗാന്ധിജിയുടെ ചങ്ങാതിമാരായിട്ടുള്ളത്? നമുക്കെല്ലാം ഫ്രണ്ട് ഉണ്ടാവും അല്ലെ? അപ്പൊ ഗാന്ധിജിയുടെ ഫ്രണ്ട് ആരൊക്കെയായിരുന്നു? പുസ്തകങ്ങളും പാഠങ്ങളും. ഒക്കെ അണ്ടർലൈൻ ചെയ്തോട്ടോ, നല്ല ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പുസ്തകങ്ങളും പാഠങ്ങളും മാത്രമായിരുന്നു ഗാന്ധിജിയുടെ ചങ്ങാതിമാർ അല്ലേ? ബെല്ലടിക്കുമ്പോൾ ക്ലാസ്സിലെത്തും, സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് ഒരോട്ടം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ദിനചര്യ അല്ലേ? എന്ത് ചെയ്യും? രാവിലെ ക്ലാസ്സിലെത്തും, സ്കൂൾ വിട്ടാൽ വീട്ടിലേക്കും. അതിന്റെ ഇടയിൽ ഒരു ആക്ടിവിറ്റീസിലും അദ്ദേഹം മുഴുകിയില്ല. കൂട്ടുകാരുണ്ടായിരുന്നില്ല. പുസ്തകങ്ങളും പാഠങ്ങളും മാത്രമായിരുന്നു കൂട്ടുകാർ അല്ലേ? ഓക്കെ, ചങ്ങാതിമാർ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ, ഫ്രണ്ട് അല്ലേ? ഓക്കെ, അപ്പോ അന്യരോട് സംസാരിക്കാൻ തന്നെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അവർ എന്നെ കളിയാക്കിയെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അപ്പോ മറ്റുള്ളവരോട് സംസാരിക്കാൻ പോലും ഗാന്ധിജിക്ക് അന്ന് ധൈര്യം ഉണ്ടായിരുന്നില്ല അല്ലേ? അവർ എന്നെ കളിയാക്കിയെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെട്ടു അല്ലേ? ഓക്കെ, അങ്ങനെയാ പറയുന്നത്. പിന്നെ കൂട്ടുകാരോടോ അധ്യാപകരോടോ ഒരിക്കലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. അദ്ദേഹം എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? കള്ളം പറയാറില്ല അല്ലേ? നമ്മൾ എല്ലാവരും കള്ളം കുറച്ചൊക്കെ പറയുന്നുണ്ടാവും അല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടേ ഇല്ല എന്നാ പറഞ്ഞേ. കൂട്ടുകാരോടോ അധ്യാപകരോടോ ഒന്നും അദ്ദേഹം കള്ളം പറഞ്ഞിട്ടില്ല. അതെനിക്ക്
ഇഷ്ടവുമല്ലായിരുന്നു. അക്കാലത്ത് ഒരു സംഭവം ഉണ്ടായി. എന്താ ഉണ്ടായത്? ഗാന്ധിജി ഹൈസ്കൂളിൽ ചെന്ന വർഷം എന്നാ പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പോ കൂട്ടുകാരോട് അധ്യാപകരോട് ഒരിക്കലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. പിന്നെയോ, അതെനിക്കിഷ്ടവുമല്ലായിരുന്നു. അക്കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഞാൻ ഹൈസ്കൂളിൽ ചേർന്ന വർഷം. ആര്? ഗാന്ധിജി ഹൈസ്കൂളിൽ ചേർന്ന വർഷമായിരുന്നു അത്. സ്കൂളിന്റെ പ്രവർത്തനം വിലയിരുത്താൻ വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായ മിസ്റ്റർ ഗെയിൽസ്. ആരാ വന്നത്? വിദ്യാഭ്യാസ ഇൻസ്പെക്ടറായ മിസ്റ്റർ ഗെയിൽസ് അല്ലേ? അവിടെ വന്നു. അദ്ദേഹം ഞങ്ങളുടെ 5 വാക്ക് കേട്ടെഴുതാൻ പറഞ്ഞു. അവയിലൊന്ന് കെറ്റിൽ എന്നായിരുന്നു. ആ വാക്ക് ഞാൻ തെറ്റായിട്ടാണ് എഴുതിയത്. എനിക്ക് തെറ്റ് തിരുത്താൻ രഹസ്യമായി അധ്യാപകൻ സൂചന തന്നു അല്ലെ? കെറ്റിൽ എന്ന വാക്ക് അദ്ദേഹം തെറ്റായിട്ട് എഴുതി. പക്ഷെ അത് തെറ്റ് തിരുത്തി എഴുതാൻ വേണ്ടി, അത് കാരണം സ്കൂളിന്റെ വിദ്യാഭ്യാസ ഇൻസ്പെക്ടറാണ്, അപ്പൊ കുട്ടികളെല്ലാം നല്ലോണം പഠിക്കുന്നുണ്ട് അറിയാൻ വേണ്ടി അധ്യാപകൻ എന്ത് ചെയ്തു? കെറ്റിൽ എന്ന വാക്ക് കറക്റ്റായി എഴുതാൻ വേണ്ടി അടുത്ത കുട്ടിയുടെ നോക്കി എഴുതാൻ പറഞ്ഞു. പക്ഷേ ഗാന്ധിജി അത് ചെയ്തില്ല. തെറ്റ് തിരുത്താൻ രഹസ്യമായ അധ്യാപകൻ സൂചന തന്നു. അടുത്തിരിക്കുന്ന കുട്ടിയോട് എഴുതിയത് കണ്ടെഴുതാനാണ് അദ്ദേഹം സൂത്രത്തിൽ നിർദ്ദേശിച്ചത്. ഞാൻ അത് ചെയ്തില്ല. കള്ളം ചെയ്യുന്നത് അന്നേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അല്ലെ? ചെറുപ്പത്തിൽ തന്നെ ഗാന്ധിജിക്ക് കള്ളം ചെയ്യുന്നത് ഇഷ്ടമല്ലായിരുന്നു എന്നാ പറയുന്നത് അല്ലെ? ഓക്കെ. ഞാൻ ഒഴികെയുള്ള കുട്ടികൾ 5 വാക്കും ശരിയായി എഴുതി. അവരുടെ മുന്നിൽ ഞാൻ മടയനായി. അപ്പൊ അദ്ദേഹം കെറ്റിൽ എന്നൊരു വാക്ക് തെറ്റിച്ചെഴുതി. അധ്യാപകൻ അത് ശരിയാക്കാൻ അടുത്ത കുട്ടിയുടെ നോക്കി ശരിയാക്കാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ചെയ്തില്ല അല്ലെ? ഗാന്ധിജി ചെയ്തില്ല. അദ്ദേഹം എന്ത് ചെയ്തു? തെറ്റെന്നെ എഴുതി വെച്ചു അല്ലെ? അതുകൊണ്ട് എന്തായി? എല്ലാരും മുമ്പിലും മടയനായി. ഞാൻ മടയനായി എന്നാ പറയുന്നത്. ആ അധ്യാപകനോട് എനിക്ക് ബഹുമാനക്കുറവൊന്നും തോന്നിയില്ല. മുതിർന്നവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തുന്ന ശീലം എനിക്കില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പല തകരാറുകളും പിന്നീട് അറിയാനിടയായി. എന്നിട്ടും ഞാൻ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അപ്പൊ ഗാന്ധിജി മറ്റുള്ളവരിൽ നോക്കി എഴുതാൻ പറഞ്ഞിരുന്നെങ്കിലും ആ അധ്യാപകനെ ആദരയോടെയാണ് കണ്ടത് അല്ലെ? ആദരവുണ്ടായിരുന്നു അദ്ദേഹത്തിന് അധ്യാപകനോട് അല്ലെ? മുതിർന്നവരെ അനുസരിക്കുകയല്ലാതെ വിമർശിക്കാൻ ഞാൻ ഒരിക്കലും ശീലിച്ചിട്ടില്ല. അപ്പൊ മുതിർന്നവരെ അനുസരിക്കാനേ ഞാൻ ശീലിച്ചിട്ടുള്ളൂ എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മുതിർന്നവരെ അനുസരിച്ച്, അച്ഛനമ്മമാരൊക്കെ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകണം അല്ലെ? അങ്ങനെ ഒരു പാഠവും കൂടി ഇതിൽ വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഗാന്ധിജി ഒരു മഹാനായ വ്യക്തിയായി അല്ലെ പിന്നീട്? അപ്പൊ അദ്ദേഹം ചെറുപ്പം മുതലേ നല്ല അനുസരണയോടെ മുതിർന്നവരെ അനുസരിച്ച് ജീവിച്ച ഒരാളായിരുന്നു എന്നാ പറഞ്ഞത്. ഓക്കെ. അപ്പൊ മഹാത്മാവിലെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നതിലത്തെ ഇതാണിത്. അത് ബ്രാക്കറ്റ് കൊടുക്കുന്നത്. പക്ഷെ താഴെ എഴുതിയിട്ടുണ്ട് ഗാന്ധിജിയുടെ ജീവചരിത്രത്തിലെ ഒരു ഭാഗമാണ് നാം പഠിച്ചതെന്ന്. ജീവചരിത്രം എന്ന് പറഞ്ഞാല് എന്താ? ഒരാളുടെ കഥ മറ്റുള്ള ആൾ എഴുതുന്നതാണ് ജീവചരിത്രം എന്ന് പറയുന്നത് അല്ലെ? ഇതിപ്പോ സ്വന്തം എഴുതിയാണ് അല്ലെ? ആത്മകഥയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങള്. അതിലെന്തോ ഒരു മിസ്റ്റേക്ക് വന്നു തോന്നുന്നു. അപ്പൊ ഇതോടൊപ്പം ഗാന്ധിജി ആരാണെന്നും അറിയുക എന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മഹാത്മാഗാന്ധിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ താഴെ തന്നിട്ടുണ്ട്. അത് മിസ് ആദ്യം തന്നെ പറഞ്ഞത് അതാണ് അല്ലെ? അപ്പൊ മഹാത്മാഗാന്ധിനെ പറ്റി എല്ലാവർക്കും അറിയാലോ അല്ലെ? ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ് അല്ലെ? നമ്മള് ബാപ്പുജി എന്നാണ് അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത്. ഗുജറാത്തിലെ പോർബന്തറിൽ 1869 ഒക്ടോബർ 2-നാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെയോ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് എന്തായിരുന്നു? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അല്ലെ? 1948 ജനുവരി 30-ന് അദ്ദേഹം ഗോഡ്സെ എന്ന മതഭ്രാന്തന്റെ വെടിയേറ്റ് ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കവേ ചരമമടഞ്ഞു അല്ലെ? അപ്പോ ഗാന്ധിജിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായോ? ഈ പാഠം മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ചു എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, നിഹാല് ഓക്കെ, ആദിദേവ് ഓക്കെ, സൂര്യദേവ് ഓക്കെ, ശ്രീദേവ്, ക്രിസ്റ്റി സിൻഡോ, ഷംവീൽ, ആഷിൻ കേണോ? ഓക്കെ, കൃപാമേരി, ആരോൺ കെ, അജിത് മനസ്സിലായില്ലേ മോനെ? ഓക്കെ. അൽന അഗസ്റ്റിൻ ഓക്കെയാണ്. ഷോൺ ഡനിത്തി ഓക്കെ അല്ലേ മോളെ? ഓക്കെ. മുഹമ്മദ് നിഹാൽ
ഓക്കെ. അപ്പൊ ദേവാഞ്ജന എങ്ങനെയുണ്ട്? മനസ്സിലായില്ലേ മോളെ? ഓക്കെ. ദേവാഞ്ജന ഓൾറെഡി സത്യാന്വേഷണ പരീക്ഷണങ്ങളെല്ലാം വായിച്ച ആളാണ് അല്ലേ ദേവാഞ്ജന? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നത് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആ ബുക്ക്? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആ ബുക്ക് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ലൊരു ബുക്കാണ് കേട്ടോ. ഓക്കെ. ദേവാഞ്ജന അത് വായിച്ചിട്ടുണ്ട് അല്ലേ ദേവാഞ്ജന? ഇല്ലേ? ഓക്കെ. പ്ലീസ് അൺമ്യൂട്ട്. എല്ലാവരും എടുത്ത് വായിക്കണം. നല്ലൊരു ബുക്കാണ് ഗാന്ധിജിയുടെ കേട്ടോ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അദ്ദേഹത്തിന്റെ ആത്മകഥ നല്ല രസമുള്ള വായിക്കാൻ. ദേവാഞ്ജന അത് വായിച്ചിട്ടുണ്ടോ? മുഴുവൻ വായിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ? ഓക്കെ. സൂപ്പറാണത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ പാഠം എല്ലാവർക്കും? ഓക്കെ. അപ്പൊ ഫസ്റ്റ് പാഠം നമ്മൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞതാണ്. എല്ലാവരും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറും മീനിങ്ങും അതിന് എഴുതുന്നൊക്കെ ചേർത്ത് എഴുതുക. അതൊക്കെ പഠിക്കണം. ഒരു എക്സാം ഇടും. ഏത് ദിവസമാണെന്ന് ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരും അത് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ നമുക്കൊരു കഴ്സീവ് ബുക്ക്, അതായത് അക്ഷരദീപം എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടോ? ബുക്ക് വാങ്ങിയവർ കണ്ടിട്ടുണ്ടാവും. അക്ഷരദീപം 4 എഴുതി ഒരു ബുക്ക് ഉണ്ടാവും. അപ്പൊ അത് ഞാൻ മിസ് അത് കൊണ്ടുവന്നില്ല ഇപ്പൊ. അപ്പൊ അത് എടുത്തിട്ട് അതിന്റെ ഫസ്റ്റ് പേജ്, അതായത് സ്വരാക്ഷരങ്ങളായിരിക്കാം. അപ്പൊ അത് നിങ്ങൾ ഇന്ന് എഴുതണം കേട്ടോ. അപ്പൊ കോപ്പിയാണ്, സൂപ്പർ ആയിട്ട് എഴുതണം. എന്നിട്ട് അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. എഴുതിയോ? ഓക്കെ, ഗുഡ്. ഓക്കെ. അപ്പൊ എത്ര പേര് അത് സ്റ്റാർട്ട് ചെയ്തു? അക്ഷരദീപം ബുക്ക്. അൽന അഗസ്റ്റിൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. മുഹമ്മദ് നിഹാൽ. ഓക്കെ. ബാക്കിയുള്ളവരും കുഴപ്പമില്ല. ഇന്നത് ഒന്ന് എഴുതണം കേട്ടോ. അതിന്റെ ഫസ്റ്റ് പേജ് മാത്രം ഇന്ന്. അപ്പൊ ഒന്ന് അമ്മയോട് ഇങ്ങനെ ഒരു ഇത് എഴുതാൻ പറയാം. ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് ഇട്ട് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. അല്ലേ? എവിടെ വരെ? എത്ര ആ പേജിൽ എത്ര വരെ ഉണ്ട് മോളെ? 4 ഇതായിട്ടാ ഉള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ ആ ഒരു പേജ്, ഫസ്റ്റ് പേജ് നിങ്ങൾ ഇന്ന് എഴുതിയാൽ മതി കേട്ടോ. വേണമെങ്കിൽ ഒരു ഹോംവർക്ക് എന്നുള്ള എഴുതി ഒരു ഡേറ്റിലിട്ട് എഴുതി. കാരണം സൂപ്പർ ആയിട്ട് ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് മിസ് സ്റ്റാർ തരാം. പക്ഷെ ഏകദേശം ഒരേ സ്റ്റാറാ തരും. നല്ല നീറ്റിൽ എഴുതണം കേട്ടോ. ഓക്കെ. അപ്പൊ നല്ല വൃത്തി അക്ഷരങ്ങൾ 2 ലൈനിൽ ടച്ച് ചെയ്ത് എഴുതാനാണ്. അതുകൊണ്ട് കോപ്പി ബുക്ക് നല്ല വൃത്തി തന്നെ എഴുതണം. ഓക്കെ. എല്ലാവരും സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ. അപ്പോ മഹാത്മാഗാന്ധിയുടെ ആ പാഠത്തിന്, എന്റെ കുട്ടിക്കാലം എന്നുള്ള പാഠത്തിന്റെ അർത്ഥം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ ഇപ്പൊ? ഓക്കെ. അപ്പോ പഠന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിൽ ഒരു പേജ് ഉണ്ട്. എടുത്ത് എല്ലാവരും പഠന പ്രവർത്തനങ്ങൾ. അപ്പൊ എന്താ ഉള്ളത്? ചതുരത്തിൽ കൊടുത്തിട്ടുള്ള വാക്കുകളിൽ നിന്നും സമാന പദം തെരഞ്ഞെടുത്ത് എഴുതുകയാണ് ഉള്ളത് അല്ലേ? ഫസ്റ്റ് പഠന പ്രവർത്തനം എന്താ? ചതുരത്തിൽ കൊടുത്തിട്ടുള്ള വാക്കുകളിൽ നിന്നും സമാന പദം തെരഞ്ഞെടുത്ത് എഴുതാം. അപ്പൊ ദിനം എന്നുള്ളതിന്റെ അർത്ഥം എന്താ? എല്ലാവർക്കും അറിയാലോ. ദിനം ഓക്കെ. ദിവസം എഴുതിയേ. അതിന് നേരെ പെൻസിൽ എടുത്തൊന്ന് എഴുതിയേ. ദിവസം. പെൻസിൽ മതി, പേന വേണ്ട. ഓക്കെ. പെൻസിൽ എടുത്ത് എഴുതിയേ. ദിനം, ദിവസം. അപ്പൊ അതിന്റെ ഇപ്പുറത്ത് തന്നെ ഒരു കോളത്തിലുണ്ട് അതിന്റെ അർത്ഥങ്ങള്. സാമർത്ഥ്യം, ദിവസം, കൂട്ടുകാരൻ, മറ്റുള്ളവർ. അതിന്റെ 4ന്റെ അർത്ഥാണത്. ഓക്കെ. ദിനം, ദിവസം. ഓക്കെ. എഴുതിയേ. എല്ലാവരും എഴുതിയോ? എഴുതിയോ? ഫിനിഷ്. അപ്പൊ ദിനം, ദിവസം നല്ല നീറ്റിൽ എഴുതണേ. നെക്സ്റ്റ് മിടുക്ക് ആണ് അല്ലെ? മിടുക്ക് എന്താ അർത്ഥം? സാമർത്ഥ്യം അല്ലെ? മിടുക്ക്, സാമർത്ഥ്യം. നേരെ എടുത്ത് എഴുതിയേ. ആ കോളത്തിലുണ്ട്, തെറ്റിക്കരുത്, നോക്കി എഴുതണം. സാമർത്ഥ്യം കോളത്തിലുള്ളത് നോക്കിയിട്ട് വേണം അപ്പുറത്തേക്ക് എഴുതാൻ, തെറ്റിക്കരുത് എഴുതുമ്പോൾ. ആഷിൻ, നീ എഴുതുന്നുണ്ടോ മോനെ? ആഷിനെ. ഓക്കെ. എഴുതിയോ? അപ്പൊ
എഴുതിയോ? ഷംവീൽ കഴിഞ്ഞോ? ഓക്കെ, സിനാൻ എത്തിയിട്ട് കഴിഞ്ഞില്ല. ഓക്കെ, അപ്പോ കഴിഞ്ഞു അല്ലേ? മിടുക്ക്, സാമർത്ഥ്യം. നെക്സ്റ്റ് അന്യർ അല്ലെ? അന്യറിന്റെ അർത്ഥം എന്താ? എന്തൊക്കെയുള്ളത്? സാമർത്ഥ്യം, ദിവസം, മറ്റുള്ളവർ. ഓക്കെ, മറ്റുള്ളവർ. എഴുതിയേ, നേരെ എടുത്ത് എഴുതിയേ, മറ്റുള്ളവർ. മായ്ച്ചു എഴുതിക്കോ. അന്യർ, മറ്റുള്ളവർ അല്ലേ? കഴിഞ്ഞു അല്ലേ ആദിദേവേ? ഓക്കെ. നെക്സ്റ്റ് ചങ്ങാതി. ചങ്ങാതി പറഞ്ഞ ആരാ? കൂട്ടുകാർ. ഓക്കെ, കൂട്ടുകാരൻ. ചങ്ങാതി എന്ന് പറഞ്ഞ കൂട്ടുകാരൻ അല്ലേ? ചങ്ങാതി എന്ന് പറഞ്ഞ കൂട്ടുകാരൻ. മുഹമ്മദ് നിഹാൽ എഴുതിയോ മോനെ? അപ്പൊ ചങ്ങാതി, കൂട്ടുകാരൻ അല്ലേ? നെക്സ്റ്റ് രണ്ടാമത്തെ പഠന പ്രവർത്തനങ്ങളില് വിപരീത പദം വലയത്തിൽ നിന്ന് കണ്ടെത്താം അല്ലേ? ഓപ്പോസിറ്റ് വേർഡ് അല്ലേ? കുഴപ്പമില്ല ആദിദേവ്, എവിടെ നിന്നോട്ടെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാനാക്കി തന്നെ. ഓക്കെ, അപ്പോ ചെയ്തോ? ഓക്കെ, അപ്പോ മറവി. മറവിയുടെ ഓപ്പോസിറ്റ് വേർഡ് എന്താ ആദിദേവേ? ഓർമ്മ. ഓക്കെ, ഓർമ്മ എടുത്ത് എഴുതി എല്ലാവരും. മറവി, ഓർമ്മ. മറവി, ഓർമ്മ. നെക്സ്റ്റ് അറബി ഓർമ്മ എഴുതിയോ? നിഹാൽ അൺമ്യൂട്ട് ചെയ്തേ മോനെ, നിഹാലെ. നെക്സ്റ്റ് കള്ളം. ഓപ്പോസിറ്റ് വേർഡ് എന്താ? കള്ളം. നേര് അല്ലേ? കള്ളം നേരാണ്, തെറ്റിന്റെയാണ് ശരി. കള്ളം നേര്. കള്ളം നേര് അല്ലേ? എഴുതിയോ എല്ലാവരും? നെക്സ്റ്റ് ആരോൺ കെ അജിത്ത്. നെക്സ്റ്റ് ഏതാ? ഇഷ്ടം. ഇഷ്ടത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാ? ഇഷ്ടം, അനിഷ്ടം. ഓക്കെ, ഇഷ്ടം, അനിഷ്ടം അല്ലേ? ഇഷ്ടം, അനിഷ്ടം. ഓക്കെ, കറക്റ്റ്. എഴുതിക്കോ, ടെക്സ്റ്റിൽ എഴുതിക്കോ. നെക്സ്റ്റ് ഷംവീർ അൺമ്യൂട്ട് ചെയ്തോ. തെറ്റ്. ഓക്കെ, ശരി. എഴുതിയേ, തെറ്റ്, ശരി. റിബാമേരി അൺമ്യൂട്ട് ചെയ്തേ. അടുത്ത ഏതാ മോളെ? ആദരം. ആദരം ഓപ്പോസിറ്റ് വേർഡ്? അനാദരം. ഓക്കെ, അനാദരം. വൃത്തി നോക്കി എഴുതണേ, തെറ്റിക്കരുത്. ആദരം, അനാദരം അല്ലേ? നെക്സ്റ്റ് പിരിച്ചെഴുതാമാണ് അല്ലെ? മൂന്നാമത്തെ പഠന പ്രവർത്തനങ്ങളിൽ മൂന്നാമത്തെ എന്താ? പിരിച്ചെഴുതുക. പ്ലീസ് അൺമ്യൂട്ട് സുൽദേവ്. എങ്ങനെയാ പിരിച്ചെഴുതുക? ഓർമ്മയിലുണ്ട് എന്നുള്ളത് എങ്ങനെയാ പിരിച്ചെഴുതാ? ഓർമ്മയിൽ പ്ലസ് ഉണ്ട്. ഓക്കെ, ഓർമ്മയിൽ പ്ലസ് ഉണ്ട്. ഓർമ്മയിലുണ്ട് അല്ലേ? ഓർമ്മയിൽ പ്ലസ് ഉണ്ട്, ഓർമ്മയിലുണ്ട്. ഓക്കെ, കറക്റ്റ് എഴുതണേ, തെറ്റിക്കരുത്. എന്തേ ആദിദേവേ? അൺമ്യൂട്ട് ചെയ്യണോ? പ്ലീസ് അൺമ്യൂട്ട്. എന്തേ ആദിദേവേ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? വിദ്യ അല്ല, അപ്പോഴെനിക്ക്. അപ്പോഴെനിക്ക് എങ്ങനെയാ പിരിച്ചെഴുതുക? ഓക്കെ, അപ്പോൾ പ്ലസ് എനിക്ക്. അപ്പോൾ അല്ലേ? അപ്പോഴെനിക്ക്, അപ്പോൾ പ്ലസ് എനിക്ക്. നെക്സ്റ്റ് ശ്രീദേവ്
പ്ലീസ് അൺമ്യൂട്ട്. നെക്സ്റ്റ് കേട്ട് എഴുതുക. എങ്ങനെയാ പിരിച്ചെഴുതുക മോനെ? കേട്ട് പ്ലസ് എഴുതുകയാണ് കേട്ട് എഴുതുക. എഴുതുന്നുണ്ടോ എല്ലാവരും? എല്ലാരും ആ ടെക്സ്റ്റിൽ എഴുതണേ. ഇപ്പൊ ടെക്സ്റ്റിൽ എഴുതണം. പിന്നീട് നമുക്ക് നോട്ടിലേക്ക് എടുത്ത് എഴുതേണ്ടതാണ്. ടെക്സ്റ്റിൽ എഴുതണം. കേട്ട് പ്ലസ് എഴുതുക. കേട്ട് എഴുതുക. കേട്ട് പ്ലസ് എഴുതുക. ഓക്കെ. നെക്സ്റ്റ് ക്രിസ്റ്റി ചേർത്ത് എഴുതുക എന്ന് പറഞ്ഞ നാലാമത്തതാണ്. കണ്ട് പ്ലസ് എത്തുക. കണ്ട് പ്ലസ് എത്തുക എന്താ? കണ്ടെത്തുക. ഓക്കെ, കറക്റ്റ്. കണ്ടെത്തുക. ഓക്കെ, കണ്ടെത്തുക. കണ്ട് പ്ലസ് എത്തുക, കണ്ടെത്തുക. ആൻഡ്രോസ് ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ മോളെ. ആൻഡ്രോസ് കണ്ട് പ്ലസ് എത്തുക, കണ്ടെത്തുക. ഏച്ചിനൂടനെ കാ എഴുതിട്ട് ഏച്ചിനൂട്ടിട്ട് ഉണ്ടായിരുക്കണം. അല്ല എഴുതുന്നില്ല മോളെ? അല്ല എഴുതുന്നുണ്ടോ? അല്ല എബിൻ എഴുതിയോ മോനെ? എബിൻ എഴുതിയോ? എബിൻ എഴുതിയോ മോനെ? പ്ലീസ് അൺമ്യൂട്ട് എബിൻ. എബിൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ മോൻ? ഉണ്ടായിരുന്നോ? എബിൻ കേൾക്കുന്നില്ലേ? എബിന് ടീച്ചറെ കേൾക്കുന്നില്ല. ഓക്കെ, എഴുതിയോ അത്ര വരെ? എഴുതിയോ മോൻ? കൊണ്ടാണോ എഴുതേണ്ടത്? നോ. അല്ല ആൻഡ്രോസ് അല്ലയാണോ ചോദിച്ചത്? അക്ഷരദീപത്തിൽ പെൻ കൊണ്ടാണ് എഴുതുന്നത്. അല്ല അഗസ്റ്റിൻ പെന്നു കൊണ്ടല്ല എഴുതേണ്ടത്, പെൻസിൽ കൊണ്ടാണ്. അക്ഷരദീപത്തിൽ എഴുതേണ്ടത് പെൻസിൽ കൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും കൂടി പറയാണേ, പെന്നു കൊണ്ട് എഴുതണ്ട. ഓക്കെ, പെൻസിൽ കൊണ്ടാണ് എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഏതാ നമ്മൾ എഴുതിയ? ഇപ്പൊ കണ്ട് പ്ലസ് എത്തുക, കണ്ടെത്തുക അല്ലെ? ഓക്കെ. നെക്സ്റ്റ് വിദ്യ പ്ലസ് അഭ്യാസം. വിദ്യ പ്ലസ് അഭ്യാസം. ഓക്കെ, വിദ്യാഭ്യാസം. എഴുതുമ്പോ ശ്രദ്ധിക്കണം, വിദ്യാഭ്യാസം. തെറ്റരുതേ. ഇനി അഥവാ ഓക്കെ എഴുതിയോ? സൂപ്പർ. അപ്പൊ തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ അത് കറക്റ്റ് ചെയ്യണേ. അമ്മമാരോടൊക്കെ പറഞ്ഞ് ഒന്ന് കറക്റ്റ് ചെയ്യണം. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, മിസ് വാട്സപ്പിൽ ഇത് സെൻഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾ എഴുതിയതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി എഴുതണം കേട്ടോ. ഓക്കെ, ഞാൻ സെൻഡ് ചെയ്ത് തരാം. ഇതൊക്കെ ഞാൻ ആദ്യം നോട്ട് എഴുതാൻ തരാം, പക്ഷെ ക്ലാസ് വർക്ക് ചെയ്യണ്ടേ നമുക്ക്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ വിദ്യ പ്ലസ് അഭ്യാസം, വിദ്യാഭ്യാസം. നെക്സ്റ്റ് അംഗം പ്ലസ് ആയി എന്താ വരുക? ഓക്കെ, അംഗമായി. എല്ലാവർക്കും അറിയാലേ? അംഗമായി. നമ്മുടെ ഷോണിന്റെ അനിയത്തി ഇല്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. നമ്മളെ പേരെന്താ ഒന്നുകൂടി പറഞ്ഞേ? ഷെഫി. ഓക്കെ, ഷെഫി അടുത്തതൊന്ന് പറഞ്ഞേ മോളെ. അംഗം പ്ലസ് ആയി എന്താ വരുക? അംഗമായി. ഓക്കെ, അംഗമായി. എഴുതിയേ? വൃത്തി എഴുതണേ, തെറ്റിക്കാതെ എഴുതിയാ മതി. ഒന്നുകൂടി പറയേണ്ടി വരുമോ ആദ്യം മുതല്? വേണ്ട. ഓക്കെ, അപ്പൊ തെറ്റിക്കാതെ എഴുതും. ആരോണി കേൾക്കുന്നില്ലേ മോനെ? നിഹാൽ കേൾക്കുന്നുണ്ടോ? ഓക്കെ, നിഹാൽ എഴുതിയോ അത്? അപ്പൊ ഒന്നുകൂടി പറയണമെങ്കിൽ പറയണേ. ആരെങ്കിലും കേൾക്കാത്ത ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ. എബിൻ എഴുതിയോ മോനെ? എബിൻ എഴുതിയോ? എഴുതിയോ? എബിന് കുറച്ച് പ്രോബ്ലം ഉണ്ട്, കേൾക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, എഴുതിയല്ലേ?
ഓക്കെ, അപ്പൊ അംഗം പ്ലസ് ആയി ആണ് അംഗമായി. മാ വരണേ. നെക്സ്റ്റ് പഴകാറ് പ്ലസ് ഇല്ല. പഴകാറ് പ്ലസ് ഇല്ല എങ്ങനെയാ വരുക ആഷിൻ? പ്ലീസ് അൺമ്യൂട്ട് ആഷിൻ. ഓക്കെ, പഴകാറില്ല. പഴകാറ് പ്ലസ് ഇല്ല, പഴകാറില്ല. ഓക്കെ, പഴകാറ് പ്ലസ് ഇല്ല, പഴകാറില്ല. ഓക്കെ, പഴകാറ് പ്ലസ് ഇല്ല, പഴകാറില്ല. അൽന വീഡിയോ ഓൺ ചെയ്തേ അൽന. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു അല്ലേ? നമുക്ക് ചേർത്ത് എഴുതുക വരെ എഴുതി അല്ലേ? ആദ്യം നമ്മൾ അർത്ഥം മീനിങ് എഴുതി. ദിനം, ദിവസം, മിടുക്ക്, സാമർത്ഥ്യം, അന്യർ, മറ്റുള്ളവർ, ചങ്ങാതി, കൂട്ടുകാരൻ. ഓപ്പോസിറ്റ് വേർഡാണ് നെക്സ്റ്റ്. രണ്ടാമത്തെ പഠന പ്രവർത്തനം ഓപ്പോസിറ്റ് വേർഡാണ്. മറവി, ഓർമ്മ, കള്ളം, നേര്, ഇഷ്ടം, അനിഷ്ടം, തെറ്റ്, ശരി, ആദരം, അനാദരം അല്ലേ? നെക്സ്റ്റ് പിരിച്ചെഴുതുക. ഓർമ്മയിലുണ്ട്, ഓർമ്മയിൽ പ്ലസ് ഉണ്ട്. അപ്പോൾ എനിക്ക്, അപ്പോൾ പ്ലസ് എനിക്ക്. കേട്ടെഴുതുക, കേട്ട് പ്ലസ് എഴുതുക, ചേർത്ത് എഴുതുക. കണ്ട് പ്ലസ് എത്തുക, കണ്ടെത്തുക. വിദ്യ പ്ലസ് അഭ്യാസം, വിദ്യാഭ്യാസം. അംഗം പ്ലസ് ആയി, അംഗമായി. പഴകാറ് പ്ലസ് ഇല്ല, പഴകാറില്ല അല്ലേ? മ്യൂട്ട് ആകാൻ പറ്റുന്നില്ല. അല്ല, ആൻഡ്രോസ് എന്ന് പറഞ്ഞ് കയറിയാണോ? പ്ലീസ് അൺമ്യൂട്ട് അല്ല. അല്ല ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഈ ആൻഡ്രോസ് ആരാ? ആൻഡ്രോസ് കാണുന്നില്ല വീഡിയോ. അല്ല പ്ലീസ് അൺമ്യൂട്ട്. അല്ല അൺമ്യൂട്ട് ചെയ്തോ. ആവുന്നില്ല. ഓക്കെ, ഇപ്പൊ ആയോ? ഓക്കെ, അപ്പൊ അല്ലക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ ഇപ്പം. അല്ല പോയോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ല. ഓക്കെ, ഇതല്ലേ? ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇതുവരെ എല്ലാം മനസ്സിലായോ? ഓക്കെ, അപ്പോ ഏതൊക്കെ? കണ്ട് പ്ലസ് എത്തുക, കണ്ടെത്തുക. വിദ്യ പ്ലസ് അഭ്യാസം, വിദ്യാഭ്യാസം. അംഗം പ്ലസ് ആയി, അംഗമായി. പഴകാറ് പ്ലസ് ഇല്ല, പഴകാറില്ല അല്ലെ? വർക്കുകളാണ് നമ്മൾ ഇന്ന് ക്ലാസ് വർക്കായിട്ട് ചെയ്തത്. അപ്പൊ കുട്ടികൾ എല്ലാവരെയും ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഉണ്ടായിരിക്കണം. ഓക്കെ, കൃപാമേരി എഴുതിയില്ലേ മോളെ? ഓക്കെ, എഴുതിയോ? കൃപാമേരി കേൾക്കുന്നില്ലേ മോളെ? കൃപ പ്ലീസ് അൺമ്യൂട്ട്. കൃപ എന്തേ? ആരാ വിളിച്ചത്? പെന്നും കൊണ്ടല്ല, നമ്മളെ കഴ്സീവ് ബുക്കിൽ നമ്മള് പെൻസിലും കൊണ്ട് എഴുതിയാൽ മതി കേട്ടോ. ഒന്ന് എഴുതിയത് കുഴപ്പമില്ല, ഇനി എഴുതുന്നത് പെൻസിൽ കൊണ്ട് എഴുതിയാൽ മതി. കൃപ അൺമ്യൂട്ട് ചെയ്തേ. കൃപ എഴുതി കഴിഞ്ഞോ? കൃപക്ക് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. കൃപ എഴുതി കഴിഞ്ഞോ? കൃപ ആഷിന് എഴുതിയോ? ആഷിൻ നിഹാൽ. ഓക്കെ, എഴുതി. അപ്പൊ എല്ലാവരും ഇത്ര വരെ എഴുതി അല്ലേ? ഇനി നമുക്ക് വിട്ടുപോയ പദം എഴുതുക എന്നാണ്. ഇപ്പൊ നമ്മള് സമയം എടുത്തു. വിട്ടുപോയ പദം എഴുതുക എന്നാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അല്ലേ? കാരണം ഇപ്പൊ ഏകദേശം ടൈം ആകാറായി. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് മതിയാക്കാം അല്ലേ? എന്ത് ചെയ്യാ? ഓക്കെ, മാറ്റി എഴുതിയാ?
അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈ പൊക്കിയേ, മിസ് അൺമ്യൂട്ട് ചെയ്ത് തരാം. നോട്ടിലേക്കാ മിസ് എഴുതി തരാം. ആർക്കെങ്കിലും ഉണ്ടോ? ആൻഡ്രോസിനെ കാണുന്നില്ല മിസ്. ആൻഡ്രോസ് വീഡിയോ കാണൂലേ? വീഡിയോ ടീച്ചറെ കാണാം, അങ്ങോട്ട് കൊച്ചിനെ ഓ അതെ അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാം മനസ്സിലായി തോന്നുന്നു അല്ലേ ആൻഡ്രോസിന്? മനസ്സിലായി. ഓക്കെ, എനിക്ക് ആൻഡ്രോസിനെ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ ചോദിച്ചുകൊണ്ടിരുന്നത് വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എല്ലാം ഷമീലെ മനസ്സിലായോ മോനെ? സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? ഓക്കെ ഷമീലേ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പാഠത്തിനെ പറ്റി? നോ. അപ്പൊ ഇനി ആർക്കാ ദേവാഞ്ജനൊക്കെ ഉണ്ടോ? പറഞ്ഞോ. ഈ ടെക്സ്റ്റ് ബുക്കിലത്തെ നോട്ട്ബുക്കിലേക്ക് നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ ഒറ്റക്ക് എഴുതുമ്പോൾ തെറ്റിപ്പോകൂലേ? ഇപ്പൊ മിസ് ഒരു കാര്യം ചെയ്യാം, അത് എഴുതിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ചിലപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ. നോട്ട്ബുക്കിൽ അപ്പൊ അത് തരുന്ന സമയത്ത് ടെക്സ്റ്റ് എഴുതി തന്നത് ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ചെയ്യണേ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു നമ്മളെ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യണേ. ഓക്കെ, ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. നിന്നെ അങ്ങോട്ട് കാണത്തില്ല, സൗണ്ട്. ഓക്കെ, ബൈ. എന്താ ആൻഡ്രോസ് പറയുന്നേ? ബൈ. ബൈ. ടീച്ചർ പറയുന്നത് കേൾക്കോ? അല്ലെങ്കിൽ നമ്മളത് ഓണാക്കാൻ പോകുമ്പോ കേൾക്കുന്നുണ്ട്, എനക്ക് കേൾക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത്. ഓക്കെ.